അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഏറെ ബഹുമാന്യരായിട്ടുള്ള അമീദ് മദനി മുഹമ്മദ് സാഹിബ്, വേദിയിലുള്ള മുഴുവൻ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കുറഞ്ഞ സമയം കേട്ടോ, ഒരുപാട് സമയമില്ല, വളരെ കുറഞ്ഞ സമയം മനുഷ്യനെ കേൾക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു 6:05, 6:10 മാക്സിമം, അതിനപ്പുറത്തേക്ക് പോകില്ല. അതാണ് നമുക്ക് അവസാനിപ്പിക്കുന്നത്. ഏതായാലും നമ്മൾ ഒന്ന് രണ്ട് ചിന്തകൾ, ഞാൻ എന്നോട് ചോദിക്കുന്ന ചില ചിന്തകൾ നിങ്ങളോട് കൂടി ചോദിക്കുകയാണ്. അവിടെ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ പറ്റും, വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിടത്ത് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. വിശ്വാസികൾ എന്ന് പറയുന്നത് പരലോകത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുന്നവരാണല്ലോ. കേവല വിശ്വാസമല്ല, ദൃഢമായ വിശ്വാസമുള്ള ആളുകളാണ് വിശ്വാസികൾ. പരലോകത്തിൽ വിശ്വാസമുള്ള ആളുകളാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസികളാണ്. നമ്മൾ ചോദിക്കട്ടോ, സ്വന്തത്തോട് ചോദിക്കാം, യഥാർത്ഥ വിശ്വാസികളാണ് നമ്മൾ. പക്ഷേ പരലോകം എന്ന് പറയുന്നത് നമ്മൾ മദ്രസകളിൽ നിന്ന് പഠിച്ച് സ്വർഗമുണ്ട്, നരകമുണ്ട്, പിന്നെ വിചാരണയുണ്ട്, സ്വർഗത്തിൽ അത് കിട്ടും, നരകത്തിൻ്റെ അവസന്നതാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് മദ്രസകളിൽ നിന്ന് കേട്ടുപഠിച്ച ആളുകളാണ്. പക്ഷെ നമ്മൾക്ക് അതിനപ്പുറത്തേക്ക്, ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊരു വിശ്വാസമല്ലല്ലോ. അതെന്താണ്? അതൊരു കാഴ്ചയാണ്. അതേ രീതിയിൽ അല്ലെങ്കിൽ അതേ അളവിൽ കാണാൻ നമുക്ക് സാധ്യമല്ല, എങ്കിലും അതേ അളവിൽ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ പരലോകത്തെ കുറിച്ചുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ, അങ്ങനെ പരലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് എന്ത് ചെയ്യുമായിരുന്നുള്ളൂ? ചിരിക്കുമായിരുന്നുള്ളൂ. കൂടുതൽ നിങ്ങൾ കരയുമായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് പ്രവാചകന്റെ വചനം നമ്മൾക്ക് പരിചയമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് പരലോക ബോധ്യം എന്നുള്ളിടത്ത് നിന്ന് എത്രയോ അകന്നുപോയി എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, പരലോകം എന്ന് പറയുന്നത് മരണം വരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഞാൻ നിങ്ങളാരും പേടിപ്പിക്കുക അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. നമ്മൾ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾക്ക് നിരന്തര ചിന്ത ഉണ്ടാവണം, അതിനു വേണ്ടി പറയാം. അപ്പോൾ നമുക്കറിയാം, പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള ആരാണ് എന്ന് ചോദിച്ചിട്ട് പ്രവാചകൻ സ്വാമികൾ അന്നത്തെ കാലത്ത് ഒരുപാട് ഉന്നതിയിലെത്തിയ ഒരുപാട് ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, അതൊന്നുമല്ല. ആരാണ്? മരണത്തെക്കുറിച്ച് സദാസമയവും ആലോചിക്കുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളെന്ന്. മരണത്തെക്കുറിച്ച് സദാസമയവും ആലോചിക്കുന്നവനാണ് ഏറ്റവും ബുദ്ധിയുള്ള ആളെന്ന്. അപ്പോൾ മരണമെന്ന് പറയുന്നത് ചിന്തക്ക് വേണ്ടി പറയാണ്, ഈ നിൽക്കുന്ന നിൽപ്പിൽ, ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഞാനോ നിങ്ങളോ മരണപ്പെടാം അല്ലേ? മരണം അങ്ങനെയാണ്, ഏത് സമയവും നമ്മളെ തേടി വരാം. എങ്കിൽ നാട്ടു നടപ്പനുസരിച്ച് നാളെ രാവിലെ ഒരു 9 മണിക്ക് മുമ്പ് നമ്മുടെ മറവ് ചെയ്യപ്പെടും. എങ്കിൽ ഇത്രയും കാലഘട്ടത്തിലെ എൻ്റെ ജീവിതത്തിനിടക്ക് നാളെ രാവിലെ 9 മണിക്ക് ഖബറിൽ ഞാൻ ചില ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇത്രയും കാലഘട്ടത്തിലെ ജീവിതത്തിനിടക്ക് ഞാൻ അതിന് തയ്യാറായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നിരന്തരം നമ്മുടെ മനസ്സിൽ ഒരു മുന്നോട്ടുള്ള പോക്കിൽ അത് നമ്മൾക്ക് ദിനേന ചിന്ത ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ഖബർ വരെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അല്ലേ? അതിനപ്പുറത്തേക്ക് നമ്മൾ കണ്ണുകൊണ്ട് ആരും കണ്ടിട്ടില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അവിടെയാണ് നമ്മുടെ പ്രശ്നം അല്ലേ? അപ്പം നമ്മൾ കാണാത്ത ഒന്ന് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ബോധ്യപ്പെടാൻ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ കാണാത്ത ഒന്നില്ല എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ എതിർത്തിട്ട് ഇനിയിപ്പോൾ അതൊരു പ്രശ്നമാവണ്ട എന്ന രീതിയിലാണ് നമ്മുടെ സമീപനം. വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കണം കേട്ടോ. നമ്മൾ മരണശേഷമുള്ള നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾക്ക് നല്ല ബോധ്യം ഉണ്ടാകണം. പ്രവാചകൻ പറഞ്ഞല്ലോ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ആരും കണ്ടിട്ടില്ല, ആരും മരണശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് ആരും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടതും അറിഞ്ഞതും എവിടെ ഉള്ളത് മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ പടച്ചറപ്പ് നമ്മൾക്ക് നൽകിയത് മാത്രം, നമ്മൾക്ക് അറിയാൻ സാധിച്ച കാര്യങ്ങൾ മാത്രമേ നമുക്ക് ബോധ്യമുള്ളൂ. അതിനപ്പുറത്തേക്ക് പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയവും ചിന്തിക്കാത്ത തരത്തിലുള്ള സുഖായാലും ദുഃഖായാലും അതാണ് പരലോകം. സ്വർഗത്തിലാണെങ്കിൽ അങ്ങനെ,
നരകത്തിലാണെങ്കിൽ നമ്മൾക്ക് ഊഹിക്കുന്നതിനപ്പുറത്താണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു രോഗം വന്നു കഴിഞ്ഞാലുള്ള നമ്മുടെ പ്രയാസം നമുക്കറിയാമോ? അങ്ങനെയെങ്കിൽ പരലോകത്ത് നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് ഊഹിക്കാൻ പോലും സാധ്യമല്ല നമുക്ക് എന്നുള്ളത്. അത് ഏത് രീതിയിലാണ്, എത്രമേൽ കാഠിന്യമാണ് എന്നുള്ളത് നമ്മൾ കണ്ടതിനപ്പുറത്താണ്, എത്രയോ അപ്പുറത്താണ്. പക്ഷെ ആ ജീവിതത്തെക്കുറിച്ച് നമ്മൾക്ക് ലെവലേശം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആലോചിക്കുന്നില്ല. നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. ഇന്ന് ഞാൻ ഈ സമയത്ത് ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് അത്രമേൽ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് അല്ലേ? പക്ഷെ ഞാൻ അവരോട് എന്നേക്കുമായി വിട പറയാണ്. പിന്നെ എനിക്ക് എൻ്റെ മകളില്ല, അവരോടുള്ള സകല ബന്ധങ്ങളും അവസാനിച്ചു. എൻ്റെ പിതാവില്ല, എൻ്റെ മാതാവില്ല, എൻ്റെ കച്ചവടമില്ല, ഞാൻ വഹിക്കുന്ന സ്ഥാനമാനങ്ങളില്ല, ഒന്നുമില്ല. എൻ്റെ പേര് പോലും എൻ്റെ കൂടെയില്ല. ആ ഒരു മരണത്തിന് വേണ്ടി അതിന് ശേഷം നമ്മൾ നല്ലോണം ആലോചിക്കണം കേട്ടോ, നല്ലോണം ആലോചിക്കണം. എന്ത് സമ്പാദിച്ചു നമ്മൾ? വിശുദ്ധൻ ചോദിച്ചല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു, എന്തോ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ആലോചിച്ചു കൊള്ളട്ടെ. ഖുർആന്റെ ചോദ്യമാണ്. ഒന്നും പറയാണ്, വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നമ്മളൊരു ഒഴുക്കിൽ ഇങ്ങനെ പോവുകയാണ്. വിശുദ്ധ ഖുർആനിൽ 4 തവണ സൂറത്തുൽ ഖമറിൽ പറയുന്നുണ്ട്, കാണാൻ സാധിക്കും നമുക്ക്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദക്കിർ. ആലോചിച്ച് മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിട്ടുണ്ട്. ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? ഈ 4 ചരിത്രം പറയുന്നതിൻ്റെ മുമ്പേ ആദ്യം പറയുന്നത് നൂഹ് നബിയുടെ ജനതയെക്കുറിച്ചാണ്. അവര് പടച്ച തമ്പുരാനെ നിഷേധിക്കുകയും അക്രമം പ്രവർത്തിക്കുകയും തന്മൂലം അവർ നശിപ്പിക്കപ്പെടുകയും, ആ നശിപ്പിച്ച ചരിത്രത്തിൽ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് എളുപ്പം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊള്ളി. രണ്ടാമത് പറയുന്നത് ആദ് സമുദായത്തെക്കുറിച്ചാണ്. ആ ആദ് സമുദായത്തിന് എന്തു സംഭവിച്ചു, അവരെന്താണ് ചെയ്തത്, റബ്ബിന്റെ ശിക്ഷക്ക് പാത്രമാകാൻ കാരണം എന്തായിരുന്നു എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ പഠിച്ച് മനസ്സിലാക്കാം. മൂന്നാമത് പറയുന്ന ഒരു കാര്യമുണ്ട്, സമൂദ് ഗോത്രത്തെക്കുറിച്ച്. അളവിലും തൂക്കത്തിലും കൃത്രിമം സ്വാലിഹ് നബിയുടെ ജനത ഒരൊട്ടകത്തെ ഒരു ദൃഷ്ടാന്തമായി നൽകി പടച്ച തമ്പുരാന്റെ ദൃഷ്ടാന്തത്തെ പരിപൂർണമായി നിഷേധിച്ചു കളഞ്ഞ ആ സമൂഹത്തിന് സംഭവിച്ചതിന് നിങ്ങൾക്ക് പാടുണ്ട്. എളുപ്പം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് പറയുന്നത് ലോകത്താരും ചെയ്തിട്ടില്ലാത്ത ദുർവൃത്തി ചെയ്ത ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിച്ച തീർത്ഥം പറഞ്ഞിട്ടാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കി. ആദ്യ സമുദായം ചെയ്തത് നമ്മുടെ നാട്ടിലില്ലേ, നമ്മൾ ചെയ്യുന്നില്ലേ നമ്മുടെ സമൂഹം? അതുപോലെ തന്നെ നൂഹ് നബിയുടെ ജനത അവര് ചെയ്തിരുന്ന ഏതൊരു കാര്യത്തിന്റെ പേരിലാണോ അവര് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, ഇന്ന് നമ്മുടെ നാട്ടിലതില്ലേ? ലൂത്ത് നബിയുടെ ജനത നിർവഹിച്ച വൃത്തികേടിന് നിയമാംഗീകാരവും സാമൂഹിക അംഗീകാരവും നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വൃത്തികേടും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ പടച്ച തമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങൾ എന്ത് തന്നെ കണ്ടാലും നിഷേധിച്ചു കളയുന്ന ഒരു സമൂഹം, അങ്ങനെയായി മുസ്ലിം സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ട് റബ്ബിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകാൻ യോഗ്യനായ ഒരു സമൂഹമാണ് നമ്മൾ എങ്കിൽ അവിടെ നമ്മൾക്ക് ചിലത് നിർവഹിക്കാനുണ്ട്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം പറഞ്ഞു തരട്ടെ. എന്താ പറഞ്ഞിട്ടുള്ളത്? തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ തുഅ്മിനൂന ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കുക. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, പ്രവാചകനെ വിശ്വസിക്കുക. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, ധനം കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം. ഈ ജിഹാദ് നമ്മൾ നിർവഹിക്കണം. നമ്മൾക്ക് ഇതേ നേരത്തെ പറഞ്ഞ പരലോകത്തിലേക്ക് നമ്മൾക്ക് ബാക്കിയാകുന്നത്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒന്നായിരിക്കണം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, വിശ്വാസികളെ പറഞ്ഞത് സൂറത്തുൽ ബഖറയിൽ അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്.
നേരത്തെ പറഞ്ഞ പരലോകത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്, അദൃശ്യമായ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. അല്ലാതെ യുമിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത, നമസ്കാരം നിർവഹിക്കുന്നുണ്ട്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. നൽകിയത് പണം മാത്രമല്ല കേട്ടോ, നൽകിയത് എന്തുണ്ട്? നമ്മുടെ ഈ ആയുസ്സുണ്ട്. പണത്തിനൊരു മൂല്യമുണ്ട്, പണത്തിനൊരു മൂല്യമുണ്ട്. നമ്മുടെ ഈ ശരീരവും അതിലെ ഓരോ അവയവങ്ങളും നമ്മൾക്ക് കണക്കാക്കാൻ പറ്റാത്ത മൂല്യമുണ്ട്, അല്ലേ? ഇങ്ങനെ പടച്ചുറപ്പ് നൽകിയ നമ്മുടെ ആയുസ്സും നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തുമൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയണം, മടിയില്ലാതെ ചെലവഴിക്കാൻ കഴിയണം. നമ്മൾ എയിംസിന്റെ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലോ, ആർക്ക് വേണ്ടിയാണ്? നമ്മൾ സാഹിബൊക്കെ തുടങ്ങുമ്പോൾ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഞങ്ങളിത് തുടങ്ങി വെക്കും, നിങ്ങളിത് ഏറ്റെടുക്കണമെന്ന്. അവരെ പ്രായം കൊണ്ട് പറയാണ്. പക്ഷേ ഇത് ഒരു സമൂഹത്തെ ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന ഓരോ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കാം. നമ്മൾക്ക് വേണ്ടി ആരൊക്കെയോ സമയവും സമ്പത്തും ചെലവഴിച്ചതിലല്ലേ നമ്മൾ പോയി പഠിച്ചത്, നമ്മുടെ മക്കൾ പഠിച്ചത്. നമ്മളിങ്ങനെ ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് അതിലൂടെ അല്ലേ? അവര് ചെയ്തു വെച്ച അതിൽ തന്നെ നമ്മൾ പിന്തുടരുകയാണോ, അല്ലെങ്കിൽ പുതിയത് നമ്മൾ സൃഷ്ടിക്കണ്ടേ പുതിയ കാലത്തിനനുസരിച്ച്? അവിടെ ഒന്നോ രണ്ടോ ആളുകൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നേരത്തെ പറഞ്ഞ ജിഹാദ് എന്ന് പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഖബറിൽ നമ്മൾക്ക് പ്രതിഫലം ഇങ്ങനെ നമ്മൾ ഈ കച്ചവടത്തിലൊക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കച്ചവടക്കാരെന്ത് ചെയ്യണം? പണിയെടുക്കരുത്, അവർ വെറുതെ ഇരുന്ന് ഇങ്ങനെ പൈസ ഇങ്ങനെ വരണമെന്ന് അങ്ങനെ പറയാറുള്ളത്. അതാണ് യഥാർത്ഥ കച്ചവടക്കാരെന്ന് പറയാം. മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിച്ച് നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, നമുക്ക് ആഗ്രഹമില്ലേ? ഇത് ഞാനൊരു അലങ്കാരത്തിന് വേണ്ടിയാണ് പറഞ്ഞതെങ്കിൽ ആ സമയത്ത് വളരെ കൃത്യമായി ആലോചിക്കണം. എനിക്ക് ഇതുവരെ ഞാൻ ചെയ്തു വെച്ച ഒന്നും ഉപകാരപ്പെട്ടില്ല. മരിക്കുന്ന സമയത്തിന് ബോധ്യമാവുമല്ലോ, ഞാൻ എൻ്റെ റബ്ബിങ്കിലേക്ക് കണങ്കാലുകൾ കൂടിപ്പണയുന്ന സമയം, റബ്ബിങ്കിലേക്കാണ് തിരിച്ചു പോകുന്നത് എന്ന് എനിക്ക് ബോധ്യമാകുന്ന സമയം, ഇന്ന് തന്നെ എൻ്റെ വേർപാടാണ് എന്ന് എനിക്ക് ബോധ്യമാകുന്ന സമയം, ആ സമയത്ത് ഒരു പഠനം ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ടോ, ആ സമയത്ത് എന്താ മനുഷ്യന്മാർ ആലോചിക്കാൻ? മരിച്ച ആളുകളുടെ കേട്ടോ, മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ച് രക്ഷപ്പെട്ട ആളുകളെ ഒരു 100 ആളുകൾ നടത്തിയ പഠനം. അത് പറയുന്നത്, അവരോട് ചോദിച്ചു നിങ്ങൾ ആ സമയത്ത് എന്താണ് ആലോചിച്ചതെന്ന് ചോദിച്ചാൽ പഠനം മാത്രം കേട്ടോ അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ്, എന്താണ് നേടിയത് എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. നമ്മൾ മലക്കുൽ മൗത്തിനെ നമ്മളിങ്ങനെ കാണുമ്പോഴേ ഇനിയൊരു സമയമല്ല, അലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ, കുറച്ച് സമയം കിട്ടിയാൽ എന്ന് പറയുന്ന ആ സമയം ഉണ്ടല്ലോ, ഇനി സമയം കിട്ടൂല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പേ വളരെ കൃത്യമായി കിട്ടിയ ആരോഗ്യം, കിട്ടിയ സമ്പത്ത്, സമയം എല്ലാം റബ്ബിന്റെ മുമ്പിൽ ചെലവഴിച്ചോളി. എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചോളി. ബാക്കി എല്ലാ മക്കളും കൊണ്ടുപോകും, വേറെ ആരെങ്കിലും വീതിച്ചെടുക്കും. അലി റളിയല്ലാഹു അൻഹു ഒരു ഖബർ സ്ഥാനിൽ കയറി ചെന്നിട്ട് പ്രതീകാത്മകമായ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. അദ്ദേഹം പറയുന്നത് ഖബറാളികളുടെ അടുത്ത് പോയിട്ട് അദ്ദേഹം പറയുന്നത് ഖബറാളികളോട് സലാം പറഞ്ഞിട്ട് പറയാണ്, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ മരണത്തോടു കൂടി അവർ വലിയ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ അവർ സമാധാനത്തിലേക്ക് മടങ്ങി, സ്വസ്ഥാവസ്ഥയിലേക്ക് മടങ്ങി. ഞാനിന്ന് മരിച്ചു കഴിഞ്ഞാൽ ഇന്നുള്ള വിഷമം നാളെ നേരം എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഉണ്ടാവില്ല, മറ്റന്നാൾ കുറച്ചുകൂടി കുറവ് 1-2 മാസം കഴിയുമ്പോൾ അവരെന്നെ മറക്കും, എന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ മാറും. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ അവർ സമാധാനത്തിലേക്ക് മടങ്ങി. നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ അത് അവർക്ക് ഓഹരി വെച്ചെടുത്തു. നിങ്ങളുടെ ഇണകളുണ്ടല്ലോ അവർ വേറെ നിക്കാഹ് ചെയ്തു. ഇതാണ് നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ച് ഞങ്ങൾക്കുള്ള വർത്താനം. എന്താണ് നിങ്ങളുടെ വർത്താനം? പ്രതീകാത്മക ചോദിക്കണം. എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി പറയാം, അവർക്കെങ്ങാനും റബ്ബ് സംസാരിക്കാൻ അവസരം നൽകിയിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു, നിങ്ങൾ തഖ്വ എന്ന് പറയുന്ന വിഭവം നിങ്ങൾ സമാഹരിച്ചോടിട്ട് പോകുന്നത് അവർ പറയുമായിരുന്നു. ഇത് നമ്മൾക്ക് ഇപ്പൊ ബോധ്യാവൂല, എത്ര പറഞ്ഞാലും നമ്മൾക്ക് ബോധ്യാവൂല. പക്ഷേ മരിക്കുന്ന സമയത്ത് നമ്മളെ കണ്ണുകൊണ്ട് കാണും എൻ്റെ അവസ്ഥ എന്താണ്.
അതിന് മുമ്പ് നമ്മൾ റബ്ബിന്റെ മാർഗത്തിൽ പണിയെടുത്തുകൊണ്ടേയിരിക്കണം. സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്. അതുള്ളവൻ അത് കൃത്യമായി ഉള്ളതിനനുസരിച്ച് അവൻ ചെലവഴിക്കുക തന്നെ വേണം. റബ്ബ് നൽകിയതാ സമ്പത്തിട്ടോ, നമ്മൾ ആരുടെയും കഴിവ് കൊണ്ട് കിട്ടിയതല്ല. എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ് എന്ന് പറഞ്ഞ ഒരു ധനാഢ്യന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പാടെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ കഴിവ് കൊണ്ടല്ല, റബ്ബ് നൽകുന്നതാ. നിനക്ക് ആവശ്യമുള്ളത് എടുത്തോ, ബാക്കി ആവശ്യമുള്ളതിലേക്ക് എത്തണം. പൈസനെ കുറിച്ച് പറയുന്നത് അത് റൗണ്ടിലാണുള്ളത്. കോയിനൊക്കെ അങ്ങനെ റൗണ്ടിലാണ്. എന്താണ് അങ്ങനെ ഉരുണ്ടുകൊണ്ടേയിരിക്കണം അങ്ങനെ പറയാറുള്ളത്. അപ്പൊ നമ്മൾ പണം ചെലവഴിക്കുക എന്നുള്ളത് പടച്ച തമ്പുരാന്റെ മാർഗത്തിലുള്ള ഒരു ജിഹാദാണ്. അതുകൊണ്ട് തന്നെ മരണശേഷവും നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം ലഭിക്കുന്ന ആ ഒരു കർമ്മത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന, നേരത്തെ ഇവിടുന്ന് ചോദിച്ചല്ലോ, നിങ്ങൾ കഴിയുന്നത് കൊടുക്കുക. അതിൻ്റെ റബ്ബ് നമ്മളോട് ചോദിക്കും. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ കൊടുക്കുക. പക്ഷെ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടങ്ങിയിരിക്കും ചെയ്യരുത്. കഴിയോ എന്നുള്ളത് എനിക്കും എൻ്റെ റബ്ബിനും അറിയാം. ആ രീതിയിൽ അതിനെ സമീപിക്കണം. രണ്ടാമതൊരു ജിഹാദ്, എനിക്ക് രണ്ടാമതല്ല ഒന്നാമതല്ല, നമ്മ സാഹിബ് പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞതാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാന്റെ മാർഗത്തിൽ ഈ ദീനിനെ, നമ്മളല്ലാതെ ആരാണ് ഈ ദീനിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള പണിയെടുക്കുക? ആദർശം കൊണ്ട് നമ്മൾ പെർഫെക്റ്റാണ് അല്ലേ? വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പ്രമാണമാക്കി പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ. നമ്മൾക്കൊരു ബാധ്യതയുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹം കേട്ടോ. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കണം. വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ നിർവഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉത്തമ സമൂഹമാണ്. നേരെ വിപരീതം പറഞ്ഞു നോക്കുക. ഇത് നിങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. ഇന്നതിന് നമ്മൾ കാണുന്നില്ലേ, ഒരു മുസ്ലിമാണ് എന്ന് ഉറക്കെ പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം മാറിയില്ലേ? ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയായി മുസ്ലിം സമൂഹം മാറിയില്ലേ? പരസ്യമായി നമ്മുടെ സ്വത്വത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് പൊതുസമൂഹവും അതിനെ ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടവും നമ്മുടെ മുമ്പിലൊരു യാഥാർത്ഥ്യമല്ലേ? എന്തുകൊണ്ട് അങ്ങനെ? നമ്മളെ ഏൽപ്പിച്ച പണി നമ്മൾ എടുക്കുന്നില്ല. നമ്മളിലൂടെ ഈ സന്ദേശം നമ്മളിലൂടെയാണ് ആളുകൾക്ക് എത്തേണ്ടത്. എൻ്റെ ജീവിതത്തിലൂടെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ. ഷഹാദത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാത്തൊരു കാര്യമാണ്. ഷഹാദത്ത് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത് എന്തിനാ വെച്ചത് നമുക്കിപ്പോൾ തിരിഞ്ഞിട്ടില്ല അല്ലെ? ഒന്നാമത്തെ കർമ്മം ഏതാന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ? ഒന്നാമത്തെ കർമ്മം ഏതാ? നമ്മളേതാ പറയാ? നമസ്കാരം നമ്മൾ പറയാല്ലേ? അതിന് മുമ്പാണ് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് ഷഹാദത്ത് എന്ന് പറയുന്നത്. ഷഹാദത്ത് കർമ്മത്തിന്റെ കൂട്ടത്തിലാണ് വെച്ചിട്ടുള്ളത്. എങ്കിൽ അതിന്റെ കർമ്മമായി നമ്മൾ സ്വജീവിതത്തിലൂടെ ഷഹാദത്തിനെ കാണാൻ കഴിയണം, മറ്റുള്ളവർക്ക് കാണാൻ കഴിയണം. അതുപോലെ തന്നെ അതിനു വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കണം. നമ്മൾ അതിൻ്റെ വഴിയിലാകണം നമ്മുടെ ചലനങ്ങളെല്ലാം. അങ്ങനെ ആകുമ്പോഴാണ് അത് കർമ്മമാകുന്നത്. ആ കർമ്മത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് നിലനിർത്താൻ വേണ്ടിയുള്ള കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. ആ രീതിയിൽ നമ്മൾക്ക് നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഞാൻ ഈ ചൂരൽ മലയിൽ നിങ്ങൾ വേറെ എവിടെ പോയി പറയുന്നു വേണ്ട കേട്ടോ, എൻ്റെ ഒരു അനുഭവമാണ് പറയും. ചൂരൽ മലയിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഞങ്ങൾ ചൂരൽമല കാണാൻ പോയി ഒരു ദിവസം. പോയി അവിടെ ഇങ്ങനെ ആ അങ്ങാടിയിൽ നിൽക്കുന്ന സമയത്ത് രണ്ടാളുകളെ അവിടുന്ന് പരിചയപ്പെട്ടു. അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പം ഒരു ശനിയാഴ്ച ആയിരുന്നു, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സമയമുണ്ടല്ലോ, ഈ അങ്ങാടിയിൽ